മനുഷ്യൻ പണമുണ്ടാക്കാൻ വേണ്ടി ആരോഗ്യം ത്യജിക്കുന്നു. തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാനായി ആ പണം മൊത്തം ചെലവഴിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മൂലം ഇന്നത്തെ ജീവിതം ആസ്വദിക്കുന്നില്ല. ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. ആധുനിക മനുഷ്യന്റെ ജീവിത രീതിയെക്കുറിച്ച് ദലൈലാമയുടെ വാക്കുകളാണിത്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും വളരെയധികം കെയർ ചെയ്യുന്ന ഒരു മേഖലയാണ് ഓരോരുത്തരുടെയും ആരോഗ്യം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി, അത് നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനും എത്ര രൂപ ചെലവഴിക്കാനും എന്ത് ത്യാഗം സഹിക്കാനും ഇന്ന് ഓരോരുത്തരും തയ്യാറാണ്. മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പലരും വിലയുടെ കാര്യത്തിൽ ബാർഗെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ ആ ആളുകളൊന്നും സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ബാർഗെയിനിങ് നടത്താറില്ല. ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സർജറി നടത്താൻ 30 ലക്ഷം രൂപ വേണം എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ 25 ലക്ഷം പോരെ എന്നൊരാളും ചോദിക്കുന്നില്ല. കാരണം 30 ലക്ഷമെങ്കിൽ 30 ലക്ഷം കൊടുത്തിട്ട് ആരോഗ്യം വീണ്ടെടുക്കണം എന്നുള്ള ഒരു ബോധം എല്ലാ ആളുകളുടെയും മനസ്സിലുണ്ട്. പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ ശുഷ്കമാണ്, വളരെ പരിതാപകരമാണ്. മുമ്പ് ലിവിംഗ് ലോങ് ഡൈയിങ് ഷോർട്ട്, ഇന്നത് മാറി ലിവിംഗ് ഷോർട്ട് ഡൈയിങ് ലോങ്. കുറച്ചു കാലം ജീവിച്ച് കുറെ കാലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഒരു പ്രധാന കാരണമാണ് ആധുനികമായ ജീവിത ശൈലി. എന്താണ് ആരോഗ്യം? ആ ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നിലനിർത്താം, ആരോഗ്യത്തോടുകൂടി ദീർഘകാലം എങ്ങനെ ജീവിക്കാം എന്ന കാര്യത്തിൽ പല ആളുകൾക്കും ധാരണകളെക്കാൾ അധികം തെറ്റിദ്ധാരണകളാണ് ഈ കാലത്തുള്ളത്. ഒരു കാലഘട്ടം വരെ എന്താണ് ആരോഗ്യം എന്ന ചോദ്യത്തിന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരുന്നത് രോഗമില്ലാത്ത അവസ്ഥ എന്നതായിരുന്നു. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ ഡെഫിനിഷൻ മാറ്റി. ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, എക്കണോമിക്കൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ, ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള മെച്ചപ്പെട്ട അവസ്ഥ, ഇതാണ് ആരോഗ്യം എന്ന ഡെഫിനിഷനിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ആധുനിക കാലത്ത് ആ ഡെഫിനിഷനിൽ ഒരു ചെറിയ മാറ്റം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഈ 4 മേഖലയ്ക്ക് പുറമെ ഒരു മേഖല കൂടി മനുഷ്യന്റെ ആരോഗ്യ മേഖലയായിട്ട് ഗണിക്കപ്പെട്ടു. അതാണ് ഇമോഷണൽ ഹെൽത്ത്, വൈകാരിക ആരോഗ്യം. ഈ 5 മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് തകരാറിലായാൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല. ഈ 5 മേഖലകളിൽ ഏത് മേഖലയാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മേഖലയുണ്ട്. അതാണ് മെന്റൽ ഹെൽത്ത്. എന്താണ് മെന്റൽ ഹെൽത്തിന് ഇത്ര പ്രത്യേകത? അതിന് കാരണമുണ്ട്. മെന്റൽ ഹെൽത്ത് വീക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റ് 4 മേഖലകളും വീക്കായി മാറുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. മാനസികമായി ഒരാൾ നല്ല അവസ്ഥയിലല്ലെങ്കിൽ ഈ ഒരു ബാഡ് കണ്ടീഷൻ അയാളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അയാളുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളെ ബാധിക്കുന്നു, സാമ്പത്തികമായ അയാളുടെ ഭദ്രതയെ ബാധിക്കുന്നു, വൈകാരികമായുള്ള അവസ്ഥയെയും അത് ബാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ 5 മേഖലകളും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഇന്റർ റിലേറ്റഡ് ആണ്. നേരെ തിരിച്ചും നമ്മൾ പരിശോധിക്കുമ്പോൾ മെന്റൽ ഹെൽത്ത് ഒഴിച്ചുള്ള മറ്റു മേഖലകൾ അൺഹെൽത്തി ആയി മാറുമ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു. സോഷ്യലി വരുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായി വരുന്ന പ്രശ്നങ്ങൾ, വൈകാരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തിരിച്ച് നമ്മുടെ മാനസികാവസ്ഥയെയും ബാധിക്കുന്നു എന്നതാണ്. മാനസികാവസ്ഥയെ ബാധിക്കുമ്പോൾ മറ്റു മേഖലകളും ഡിസോർഡർ ആവുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇതിലെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖല മെന്റൽ ഹെൽത്ത് ആണ്. മെന്റലി ഹെൽത്തി ആവുമ്പോൾ ഫിസിക്കലി ഹെൽത്തി ആവുന്നു. ഈ 2 മേഖലകളും ഹെൽത്തി ആയി തീരുമ്പോൾ സാമൂഹികവും സാമ്പത്തികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് ലഭിക്കുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള മാനസികമായിട്ടുള്ള ധൈര്യം ലഭിക്കുന്നു. ശരീരത്തിൽ രോഗം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം നിപ്പ വൈറസ്, ഈ വർഷം ലോകത്ത് പടർന്നു പന്തലിച്ച മഹാമാരിയുടെ ഭാഗമായ കൊറോണ വൈറസ്, ഈ 2 സമയത്തും കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളും അതുപോലെ ഹെൽത്ത് സെന്ററുകളും ആശുപത്രികളും ആളൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ 2 മഹാമാരികൾ വന്നതിന് മുമ്പ് ഈ ആശുപത്രികളിലെല്ലാം രോഗികളുടെ തിരക്കായിരുന്നു, ബഹളമായിരുന്നു. എന്നാൽ ഈ മഹാമാരികൾ വന്നതോടുകൂടി പഴയ രോഗങ്ങളൊക്കെ എവിടെ പോയി? ആ അവസ്ഥ മാറി. ഇന്ന് അതേ അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പോവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും അതിന്റെ പേരിൽ ഒരു കൂട്ടമരണമോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അസുഖം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോയി മരുന്ന് കഴിച്ചാലേ സുഖമാവൂ എന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അസുഖം വന്നാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയില്ല എന്ന ബോധം
നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് പലർക്കും ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രമുള്ള അസുഖങ്ങൾ വരാത്ത അവസ്ഥക്ക് കാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ സാമൂഹികവും സാമ്പത്തികവും വൈകാരികവുമായിട്ടുള്ള മേഖലകളെ മാറ്റി നിർത്തിക്കൊണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് എന്തെല്ലാം നമുക്ക് നോക്കാം. 4 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വളരെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ 100% ഉറപ്പ് നൽകാൻ കഴിയും ഈ നേരത്തെ പറഞ്ഞ 5 മേഖലകളിലും നമ്മൾ ഹെൽത്തി ആയി മാറും എന്നുള്ള കാര്യം. അതിലൊന്ന് റെഗുലർ എക്സർസൈസ്, അതായത് എല്ലാ ദിവസവുമുള്ള വ്യായാമങ്ങൾ. രണ്ടാമത്തത് മതിയായ വിശ്രമം. മൂന്നാമത്തത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. നാലാമത്തത് ന്യൂട്രീഷണൽ ഫുഡ്. ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നോ അത്രമാത്രം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് ഈ 4 കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ വിശദമായിട്ട് തന്നെ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തതാണ് റെഗുലർ എക്സർസൈസ്. എന്താണ് വ്യായാമം? വ്യായാമത്തെക്കുറിച്ച് പണ്ട് നമ്മൾ മനസ്സിലാക്കിയതും ഈ ആധുനിക കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ പലതും തെറ്റിദ്ധാരണകളാണെന്നും വ്യായാമം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കുന്നത് എന്നും ശാസ്ത്രീയമായ വ്യായാമം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.